ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, മറ്റു എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സർഗപയത്തിൽ കുതിർന്നു നിൽക്കുന്ന ഗുൽസാറിന്റെ ഈ വർണ്ണാഭമായ വേദിയിൽ നവകേരളീയ സാഹചര്യത്തിൽ ഏറ്റവും പ്രസക്തമായ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസം അവലോകനം ആലോചനകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം ചില വാക്കുകൾ നിങ്ങളുമായി സംവദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അടിസ്ഥാന വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഉന്നത നിലവാരം പുലർത്തി ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ അടിപതറുന്ന പ്രവണത തുടർന്നു പോരുന്ന കേരളീയ പശ്ചാത്തലത്തിൽ ഇത്തരം ചർച്ച വളരെയധികം പ്രസക്തമാണ്. ഇന്ത്യ ടുഡേയുടെ ദ ബെസ്റ്റ് കോളേജസ് ഓഫ് ഇന്ത്യ എന്ന പ്രത്യേക ലക്കത്തിൽ BA, BBA, BSc, ഫാഷൻ ഡിസൈൻ തുടങ്ങി 14 വിഷയങ്ങളിൽ രാജ്യത്തെമ്പാടുമുള്ള കോളേജുകളിൽ ഓരോ വിഭാഗത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന 5 സ്ഥാപനങ്ങളുടെ പട്ടിക പുറത്തുവിട്ടപ്പോൾ 1000-ലധികം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള കേരളത്തിൽ നിന്ന് ഒന്നുപോലും ഇടം പിടിച്ചില്ല എന്നിടത്താണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള കേരളത്തിന്റെ താഴ്ചയുടെ ആഴവും പരപ്പും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യൂണിവേഴ്സിറ്റി റാങ്ക് നേടുന്നവർ നേരിട്ട് എയ്ഡ് കോളേജുകളിൽ അധ്യാപകരായി ജോലിയിൽ കയറുന്ന പൂർവ്വകാല സമ്പ്രദായത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ കെട്ടിവെക്കൽ ഇത്തരത്തിൽ അധ്യാപന നിയമനത്തിന്റെ മാനദണ്ഡമായി വിദ്യാഭ്യാസം കച്ചവടവൽക്കരിക്കപ്പെട്ടത് മുതലാണ് ഈ മേഖലയിലെ അപജയത്തിന് തുടക്കം കുറിച്ചത്. കേരളത്തിലെ ബിരുദാനന്തര പാഠ്യപദ്ധതി മലയാളികളുടെ സദ്യ പോലെയാണ്. കരിക്കുലം കമ്മിറ്റി, ബോർഡ് ഓഫ് സ്റ്റഡീസ് സിലബസ് മുഴുവൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അതവർ വേണ്ടവർക്കും വേണ്ടാത്തവർക്കും ക്ലാസ് മുറികളിൽ വിളമ്പി നൽകുന്നു. എന്നാൽ ഇതൊന്നും ആധുനിക വിദ്യാഭ്യാസ രീതിക്ക് യോജിച്ച പ്രവർത്തനമല്ല. മറിച്ച് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ചോയ്സുകൾ നൽകി അവർക്ക് സാധിക്കുന്ന വേഗത്തിലും ക്രമത്തിലും പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്നതാണ് ശരിയായ വിദ്യാഭ്യാസ രീതി. ഇത്തരത്തിലേക്ക് നമ്മുടെ കരിക്കുലം മാറുമ്പോൾ മാത്രമാണ് നെൽസൺ മണ്ടേല പറഞ്ഞതുപോലെ മാറ്റാനുതകുന്ന മൂർച്ചയേറിയ ആയുധം എന്ന തലത്തിലേക്ക് വിദ്യാഭ്യാസം വർദ്ധിക്കുകയുള്ളൂ. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിന്റെ സിലബസ് സദ്യയിൽ പലപ്പോഴും പഴകിയതും കഴിഞ്ഞ 10-15 വർഷമായി റീസൈക്കിൾ ചെയ്യാത്തതുമാണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ക്ലാസ് മുറികളിലെ വിദ്യാർത്ഥി അധ്യാപക വൈവിധ്യമില്ലായ്മയും ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള കേരളത്തിന്റെ അധോഗതിക്ക് കാരണമാണ്. 1000-ലധികം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായിട്ട് ആകെ 1000 വിദേശ വിദ്യാർത്ഥികൾ പോലും ഇവിടെ പഠിക്കാൻ തയ്യാറാകുന്നില്ല. കുസാറ്റിലും NIT-യിലും ഒഴിച്ചാൽ വിദേശ വിദ്യാർത്ഥികളുടെ സംഖ്യ 1% മുകളിൽ പോലും കടക്കാറില്ല എന്നിടത്താണ് അതിന്റെ തീവ്രത മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരമൊരു ശോചനീയ അവസ്ഥയെ ഇവിടങ്ങളിലേക്ക് നല്ല വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ആകർഷിപ്പിച്ചും വിദ്യാർത്ഥി അധ്യാപകർക്ക് അനുയോജ്യമായ ഫ്ലെക്സിബിളായ കരിക്കുലം സംവിധാനം ചെയ്തും മറികടക്കാൻ സാധിക്കുന്നതാണ്. ഇത്തരം ചുവടുകളിലേക്ക് കാലാനുസൃതമായി സിലബസിൽ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നും ലോകോത്തര കലാലയങ്ങളോട് കിടപിടിക്കുന്ന രീതിയിൽ കലാലയങ്ങളെ ഘടനീകരിക്കണമെന്നും തൊഴിൽ നൈപുണ്യ വികസന പരിശീലനം പഠനത്തോടൊപ്പം കൂട്ടിച്ചേർക്കണമെന്ന് നിഷ്കർഷിക്കുന്ന ഷാംബി മേനോൻ കമ്മിറ്റിയുടെ ശുപാർശകൾ നടപ്പിലാക്കാൻ ശ്രമം നടത്തുന്ന സർക്കാർ നടപടി ശ്ലാഘനീയമാണ്. അതോടെ തന്നെ ലോകത്തിലെ പ്രമുഖരുമായി സംവദിക്കാൻ കലാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് അവസരം നൽകുന്ന എമിനന്റ് സ്കോളേഴ്സ് ഓൺലൈൻ പരിപാടിയും അക്കാദമിക മികവ് പുലർത്തുന്ന 1000 വിദ്യാർത്ഥികൾക്ക് വർഷത്തിൽ 1 ലക്ഷം രൂപ നൽകുന്ന പദ്ധതിയും ശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1 ലക്ഷം രൂപ നൽകുന്ന പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് പദ്ധതിയും നടപ്പിലാക്കിയ സർക്കാരിന്റെ ശ്രമങ്ങൾ പ്രതീക്ഷ പകരുന്നതാണ്. ഇങ്ങനെ ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങളും അഴിമതിരഹിതമായി പ്രഖ്യാപിച്ച പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിലൂടെയും ഒരു പരിധിവരെയെങ്കിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള കേരളത്തിന്റെ പോരായ്മകൾ മറികടക്കാൻ സാധിക്കുന്നതാണ്. അതിനായി സർക്കാർ ആത്മാർത്ഥമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി വാക്കുകൾക്ക് വിട. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മലയാള പ്രസംഗം തുടരുന്നു.